അദ്ദേഹം നുണ പറയുന്നു എന്നുള്ളത് ഒരു ആക്ഷേപമല്ല, അതൊരു വസ്തുതയാണ്. അത് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. സാധാരണ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഉയർന്ന ചുമതലകളാണ്. അത്തരം ചുമതലകൾ നിർവഹിക്കുന്നവർ സാധാരണഗതിയിൽ ആദരവ് അർഹിക്കുന്നവരുമാണ്. പക്ഷെ അങ്ങനെ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് നിത്യവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത്? നമുക്ക് അങ്ങനെ പറയാം. ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? അതൊരു പ്രശ്നമല്ലേ? ഇന്നലെ പറയല്ലേ വയനാട് വീടിന്റെ പണി തുടങ്ങി, നിങ്ങളെല്ലാം കേട്ടതല്ലേ? തുടങ്ങിയോ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നോ എന്ന് സംശയമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കാൻ നവമാധ്യമങ്ങളിൽ ചിലർ ഇങ്ങനെ ഒരു പേജ് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. എനിക്കത് അറിഞ്ഞുകൂടാ ആരാണ് അത് തുടങ്ങിയിട്ടുള്ളതെന്ന്. എനിക്ക് തോന്നുന്നു സത്യാന്വേഷികളായ ഏതെങ്കിലും ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്നവരോ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അത് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരണം. മറ്റൊന്നിനുമല്ല, അവരെ അഭിനന്ദിക്കാനാണ്. കാരണം സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, അസത്യം തുറന്നു കാണിക്കുക. ഏത് ചുമതലയിൽ ഇരിക്കുന്നവരും നിരന്തരം അസത്യം പറഞ്ഞാൽ അത് തുറന്നു കാണിക്കേണ്ടതാണ് എന്നത് ഈ കാലത്തെ ഒരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താ? അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ആരെങ്കിലും തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അതിനെ പിന്തുണയ്ക്കില്ല. വ്യക്തിപരമായ അധിക്ഷേപമോ വ്യക്തിപരമായി ഇകഴ്ത്തി കാണിക്കാനോ അപവാദ പ്രചരണം നടത്താനോ നമ്മുടെ നാട്ടിൽ ആർക്കും അവകാശമില്ല. അതൊന്നും പിന്തുണയ്ക്കപ്പെടില്ല, എതിർക്കപ്പെടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ പേജിൽ അദ്ദേഹം പറയുന്ന ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും വസ്തുതകളും ജനങ്ങളുടെ മുൻപാകെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകയോ മറ്റോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അതിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമാണെന്നാ പറഞ്ഞത്. അതെന്റെ PR ആണ്, ഇത് ചെയ്യുന്നത് CPM ആണ് എന്ന് ആരോപിച്ചിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ഒരു PR പ്രവർത്തനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾക്കിടയിൽ എന്ത് PR ആണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആസ്വദിക്കുന്നത് പോലെ, അതിനെ സ്വാഗതം ചെയ്യുന്ന പോലെ അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, നല്ലതാണെന്നാണ് പറഞ്ഞത്. ആ ആളാണ് പിന്നെ ഇതെല്ലാം പരാതി കൊടുത്ത് പൂട്ടിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞതും എന്താണ്? നേരത്തെ പറഞ്ഞ ആ പട്ടികയിൽ വരുന്ന കാര്യമാണ് ആ പറഞ്ഞതും. ഇത് തന്നെയാണ് കേന്ദ്രത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് അഹിതമായ, തങ്ങൾ തുറന്നു കാട്ടപ്പെടുന്ന സത്യസന്ധമായ കാര്യങ്ങളെപ്പോലും ഇത്തരത്തിലുള്ള കുറുക്കു വഴിയിലൂടെ അവസാനിപ്പിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ കണികയില്ലാത്തൊരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.